ഹൈക്കോടതി അഭിഭാഷകനായ പി.ജി. മനുവിന്റെ ആത്മഹത്യയിൽ കുടുംബം പരാതി നൽകുമെന്ന് അഡ്വക്കേറ്റ് ബി.എ. ആളൂർ. മനു ഭീഷണി നേരിട്ടിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുടുംബത്തിന് തിരിച്ചറിയാം. പട്ടികജാതി പീഡന നിരോധന നിയമം എഫ്ഐആറിൽ ഉൾപ്പെടുത്തണമെന്നും ആളൂർ ന്യൂസ് മലയാളത്തോട് ആവശ്യപ്പെട്ടു. ഷമീർ അബ്ദുൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഭിഭാഷകൻ പി.ജി. മനുവിൻ്റെ മരണത്തിൽ ഇപ്പോൾ ആ വീഡിയോ പ്രചരിപ്പിച്ചയാളിനെ പോലീസ് പിറവത്ത് നിന്ന് പിടികൂടിയിരിക്കുകയാണ്. ഇതിൽ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ കൂടെയാണ് പി.ജി. മനു കഴിഞ്ഞ കുറച്ചധികം മാസമായി ജോലി ചെയ്തിരുന്നത്. ആളൂർ വക്കീലിന് ചില കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണം? ഈ രണ്ടാമതായി വീഡിയോ പ്രചരിപ്പിച്ചവർ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരാതി പോലീസിന് മുമ്പിലുണ്ടോ? വളരെ ദാരുണമായ അന്ത്യമാണ് നടന്നിരിക്കുന്നത്. അതിന് കാരണക്കാരായ ജോൺസന്റെ ഭാര്യയും അത് പ്രചരിപ്പിച്ച ന്യൂ മീഡിയ ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് ഈ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന ഒരു വ്യക്തി. തൻ്റെ കാര്യങ്ങൾ മാപ്പാപ്പച്ചിയോട് പറയുകയും അതനുസരിച്ചിട്ട് അവരെ അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ കാല് പിടിക്കുകയും ചെയ്ത കാര്യം ഒരു സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം പരസ്യമാവുകയും ആ പരസ്യമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന വ്യക്തി ആദ്യം മുതലേ തന്നെ ആദ്യത്തെ കേസിനും നമ്മൾ കണ്ടതാണ്. അത് ഒരു സോഷ്യൽ മീഡിയയിൽ വരികയും അത് പരസ്യമാവുകയും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും 59 ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ് പി.ജി. മനു. അതിനുശേഷം രണ്ടാമതൊരു സംഭവം ഉണ്ടാകുകയും അതും പ്രചരിക്കുകയും വീണ്ടും ജയിലിൽ പോകണമെന്നുള്ള മാനസികാവസ്ഥയിൽ അദ്ദേഹം ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കൃത്യത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് വെസ്റ്റ് പോലീസ് കൊല്ലം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് എൻ്റെ ജൂനിയർ അഭിഭാഷകരും മറ്റും മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. ഇപ്പോൾ അദ്ദേഹം ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ആ വകുപ്പ് കൂടി ചേർത്ത് ഇപ്പോൾ ACP അവർകൾ കൊല്ലം സിറ്റി അദ്ദേഹമാണ് കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തി ഈ പറയുന്ന വ്യക്തിയെ പിടിക്കുകയും അതുപോലെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ ദാരുണമായ ഒരു അന്ത്യം നടന്നതിന് ശേഷം പോലീസ് വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന കേസിൻ്റെ അന്വേഷണം നടത്തുകയാണ്. അവരുടെ വീട്ടുകാരുമായി ഞാൻ ഇന്ന് തന്നെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ഒരു മാസ് പെറ്റീഷൻ DGP അവർക്ക് കൊടുക്കുകയും ഒപ്പം തന്നെ ഒരു കൃത്യമായ പരാതി ഈ പറയുന്ന വെസ്റ്റ് പോലീസിനും അതുപോലെ തന്നെ കമ്മീഷണർ ഓഫ് പോലീസ് കൊല്ലം അദ്ദേഹത്തിനും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.